വീണ ജോർജിന്റെ കാര്യം ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. അഹങ്കാരിയായ ഒരു ആരോഗ്യമന്ത്രിയുടെ പതനമാണ് അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ഹുങ്കകളൊക്കെ അവസാനിപ്പിച്ച തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്ന വീണയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. കെ ശൈലജയെ മാറ്റിക്കൊണ്ട് ആരോഗ്യവകുപ്പിന്റെ താക്കോൽ വീണയ്ക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾ താറടിക്കാൻ തുടങ്ങിയതാണ് അവരെ. ഇപ്പോഴിതാ ശൈലജ പളുങ്കുപാത്രം പോലെ കൊണ്ടു നടന്ന ആരോഗ്യവകുപ്പ് വീണ താറുമാറാക്കി. ഇനി കേരളം കാത്തിരുന്നത് ആ ബിഗ് എൻട്രിക്ക് വേണ്ടിയായിരുന്നു. കെ ശൈലജയുടെ വരവിനായി നാലുപാട് നിന്നും വീണയെ എല്ലാവരും പൂട്ടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായിട്ട് കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടറായിരുന്ന സരിത ശിവരാമൻ രംഗത്തേക്ക് വന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായപ്പോൾ കരുത്തും ആത്മവിശ്വാസവും പകർന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ, അതായത് കെ ശൈലജയെ ഓർക്കുന്നു എന്നാണ് സരിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത്. ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന ശൈലജയുടെ നിശ്ചയദാർഢ്യം തന്നിട്ടുള്ള ഊർജം ചെറുതൊന്നുമല്ല എന്നും അവർ കുറിച്ചു. പ്രളയത്തിലും ചുഴലിക്കാറ്റിലും ഒക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു അത്. മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോയതാണെന്നും സരിത ശിവരാമൻ കുറിക്കുന്നുണ്ട്. പിണറായിയേക്കാൾ വോട്ട് കിട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ട് ഒതുക്കി തീർത്ത ശൈലജയെ വീണ്ടും കളത്തിലിറക്കാൻ നോക്കിയാലും അത്ഭുതപ്പെടാനില്ല. ഇനി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വീണ വിജയൻ കോട്ടയത്ത് തകർന്ന വീണ കെട്ടിടം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ശോചനീയാവസ്ഥ കാണിച്ച് തന്നതാണെന്നും ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ സർവേ പൂർത്തിയാക്കിയതാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ടും ഇടത് സർക്കാരിനെ കൊണ്ട് അത് നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഭവത്തെക്കുറിച്ച് ശൈലജയുടെ വാക്കുകളും എത്തിയിട്ടുണ്ട്. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് തിരിച്ചറിയണമെന്നും കെ ശൈലജ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായിട്ടും ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു. LDF ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റി പണിയുന്നതിന് 2018 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബി ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു. കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുവെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടയിലാണ് കെട്ടിടം തകർന്നത് വേദനാജനകമായത് എന്നും പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മുൻകൈയെടുത്താണ് കോളേജിൽ ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെയും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെയും കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണം എന്നും ശൈലജ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയെയും ശൈലജയും താരതമ്യപ്പെടുത്തി പല പോസ്റ്റുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. വീണയെ ആരോഗ്യവകുപ്പിന്റെ ചെകുത്താനെന്നും ശൈലജയെ മാലാഖ എന്നുമാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധികളിൽ ഞെരുങ്ങുമ്പോഴും മുഖ്യൻ അമേരിക്കയിലേക്ക് പറന്നു എന്ന വാർത്ത കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ സംഭവത്തെ പറ്റി ഒരക്ഷരം മിണ്ടാതെ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്.